നമസ്കാരം, എല്ലാവർക്കും നവരാത്രി ആശംസകൾ. റെട്രോ ഫെസ്റ്റിലേക്ക് സ്വാഗതം. ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് നവരാത്രി പ്രമാണിച്ചിട്ട് വന്നിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇറച്ചി മീനൊക്കെ നിർബന്ധമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇറച്ചി മീനോ ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ 9 ദിവസം. അങ്ങനെയുള്ളവർക്ക് ഇറച്ചിക്ക് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മഷ്റൂം കൊണ്ട് ഒരു നല്ല ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. മഷ്റൂം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നല്ല വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മഷ്റൂം. പെട്ടെന്ന് ദഹിക്കാനും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു ബിരിയാണി നമുക്ക് വയ്ക്കാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലേക്ക് പോകാം. നവരാത്രി സ്പെഷ്യൽ മഷ്റൂം ബിരിയാണി നമുക്ക് തയ്യാറാക്കാം. ഒരു 500 ഗ്രാം മഷ്റൂം ഉണ്ട്, ബസ്മതി റൈസ്, സാജീരകം, തക്കോലം, പട്ട, ഗ്രാമ്പു, ഏലക്ക, നല്ല ജീരകം, നെയ്യ്, കസൂരി മേത്തി, ഒറിഗാനോ, തക്കാളി, 2 തക്കാളി, ഒരു സവാള വലിയത്, മല്ലിയില, വെളുത്തുള്ളി, ഒരു 6-7 അല്ലി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 3 പച്ചമുളക്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടതെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ച് അതിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഈ മഷ്റൂം ബിരിയാണി. ഇറച്ചി മീനൊന്നും കുട്ടികൾക്ക് 9 ദിവസം കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഇറച്ചിക്ക് പകരമായിട്ടുള്ളതാണ് മഷ്റൂമൊക്കെ. മഷ്റൂം ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വളരെ ഇഷ്ടമാവും. വളരെ വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ് ഈ മഷ്റൂം എന്ന് പറഞ്ഞാൽ. വെള്ളം തിളച്ചു, അതിലേക്ക് നമുക്ക് കഴുകി വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. എപ്പോഴും ബസ്മതി റൈസ് ഇട്ട് കൊടുത്താൽ നമ്മളൊന്ന് അത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അരിക്ക് പല വേവാകും കേട്ടോ. ഈ ഒരു ബൗളാണ് ഞാൻ റൈസ് എടുത്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ വീട്ടിൽ 2-3 ആളേ ഉള്ളൂ. ഒറ്റ നേരത്തേക്ക് ഇത്ര മതി. ഈ അരി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അത് സ്ട്രെയിനറിൽ ഊറ്റിയെടുക്കാം. എപ്പോഴും അരിയുടെ പാകം നമ്മൾ നോക്കണം, പെട്ടെന്ന് വേവ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കൂണ്ട ഈ വലുപ്പത്തിൽ കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അതൊക്കെ ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ നോക്കാം. മസാലക്കായിട്ട് ഞാനത് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യും വെളിച്ചെണ്ണയും 2 കൂടി മിക്സാക്കി ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടിയിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് നല്ല ജീരകം, സാജീരകം, തക്കോലം, ഗ്രാമ്പൂ, ഏലക്കായ് എല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. 2 കരയാമ്പൂവും വേണം കേട്ടോ. ഇത് മെൽറ്റായി ഇതിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് സാജീരകം. നല്ല മണമാണ് ഇതിന്, അതാണ് ഇത്. ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കട്ടെ. തക്കോലം, ഗ്രാമ്പൂ ഇതിട്ട് കൊടുക്കാം, മൂപ്പിച്ചെടുക്കാം. ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ബേ ലീഫ് നമുക്ക് ഒരൊറ്റ ഒന്ന് വലുതാണ്, അത് പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ റൈസ് ഇവിടെ ആയി. ഇത് ഞാൻ സ്ട്രെയിനറിലേക്ക് വാർത്തെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി ചുവന്ന നിറമായി. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ മാറി ഒന്ന് മാഷാവട്ടെ. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടി. അതിലേക്ക് മല്ലിപ്പൊടി 2 സ്പൂണ്, മുളക് പൊടി 1.5 സ്പൂൺ, 500 ഗ്രാം ഉണ്ട് നമ്മുടെ മഷ്റൂം. അപ്പോൾ അതിനനുസരിച്ചാണ് പൊടികളൊക്കെ നമ്മൾ ചേർക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ചേർക്കില്ല. ഇതൊന്ന് ചൂടാക്കി നമുക്ക് അതിലേക്ക് മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം കണ്ടില്ലേ, ഇത്ര തിക്നെസ് വേണം കട്ട് ചെയ്യുമ്പോൾ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഈ മഷ്റൂം ഇട്ടിട്ട് ഒന്ന് ഇത് ഉടയാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചെടുക്കണം. എനിക്കിതിങ്ങനെ ഒരു കുക്കറിലെല്ലാം കൂടിയിട്ട് ഇങ്ങനെ മുറിച്ച് മഷ്റൂം ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിൽ അരി ഇട്ടിട്ട് നമുക്ക് ബിരിയാണി റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക്
പെട്ടെന്ന് ബിരിയാണി ആവും. പക്ഷെ ഞാൻ എപ്പോഴും സെപ്പറേറ്റാണ് ചെയ്യാറ്. എനിക്ക് സെപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം വരിക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്ര വെള്ളം ആവശ്യമുള്ളൂ. അതിലേക്ക് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. എന്നാലേ ഇതൊക്കെ ഇതിൽ പിടിക്കുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. റൈസിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു. ഉപ്പാകല്ലേ നോക്കാം. കുറച്ചും കൂടി ഉപ്പിടണം. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഗ്രേവി എത്ര വേണമെന്ന് അത് വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഷ്റൂം മസാല എങ്ങനെയാണ് നോക്കാം. എണ്ണ തെളിഞ്ഞു. അതിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഒറിഗാനോ പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇടാവൂ കേട്ടോ. ഒറിഗാനോ ഇട്ട് കൊടുത്തു. മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ ഞാൻ ഈ റൈസ് ഇട്ട് കൊടുക്കണം. കണ്ടോ, ആവശ്യത്തിനുള്ള റൈസ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് ഒരു നേരം കഴിക്കാനുള്ള റൈസ് മാത്രമാണ് എടുക്കുന്നത്. ഇതൊക്കെ മഷ്റൂം ഉടയാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മതി. നല്ല മണമുള്ള മഷ്റൂം റൈസ് ഇവിടെ റെഡിയായി. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ റെഡിയാവും. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഗ്ലാസ് പോട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യാണ്. ഇതെൻ്റെ അനിയത്തി മിനി കൊണ്ടുതന്നാണ്. അതുകൊണ്ട് എനിക്ക് ഈ പാത്രത്തിന് വളരെ പ്രത്യേകത ഉണ്ട്. ഞാൻ ഇതിലേക്ക് തന്നെ മഷ്റൂം ബിരിയാണി മാറ്റാം. എല്ലാവരും ഇത് ട്രൈ ചെയ്യും. നമുക്ക് പുതിയ പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. മഷ്റൂം ബിരിയാണി ഞാൻ ഗ്ലാസ് പോട്ടിലേക്ക് മാറ്റി. നല്ല ടേസ്റ്റ്.